കൊച്ചിയിലെ വാട്ടർ മെട്രോയിൽ കയറിയ ത്രില്ലിൽ അയാൾ തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. സ്മാർട്ട് റോഡിലൂടെയാണ് ഇനിയുള്ള യാത്ര. കാറിൽ കയറിയത് മുതൽ ചാറ്റൽ മഴയാണ്. മഴ കനക്കുകയാണ്. തന്റെ കാർ ബോട്ടായി മാറുന്നത് കണ്ട അയാൾ ചിന്തിച്ചു. തലസ്ഥാനത്ത് വാട്ടർ മെട്രോ തുടങ്ങിയായിരുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിലെ സ്മാർട്ട് റോഡ് ടാർ ചെയ്ത വാർത്ത പത്രത്തിൽ വായിക്കുകയാണ്. അറിഞ്ഞപ്പോൾ ഇറങ്ങി കാണണമെന്ന് ഒരു മോഹം. അവിടെ മഴ, ഇവിടെ വെയിൽ. കൊള്ളാം, നല്ല കാലാവസ്ഥ. സംഭവം കൊള്ളാം. അയാൾ എന്തോ തിരയുകയാണ്. സ്മാർട്ട് റോഡാണ്, പക്ഷേ ഓടയാണ് ബെസ്റ്റ് മഴക്കാല പൂർവ്വ ശുചീകരണമാണ്. ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. വെള്ളം എങ്ങനെ നിറയാതിരിക്കും? ഇത് കണ്ട, നാട്ടല്ലാത്ത റോഡരികിലുള്ള ഒരു ഓടയാണ്. കിടക്കണ കിടപ്പ് കണ്ട. പിന്നെ എങ്ങനെ വെള്ളം കയറാതിരിക്കും മഴയത്ത്? ഇതുവരെ വെള്ളം കയറിയിട്ടില്ലാത്ത വീടുകളിൽ പോലും ഇപ്പോഴത്തെ പെരുമഴയിൽ വെള്ളം കയറി. അയാൾ വട്ടിയൂർക്കാവിലെ വയലിക്കടയിലെത്തി. അവിടുത്തെ തോട് വല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ രാത്രി വെള്ളം കയറിയ ഒരു വീടിന് മുന്നിൽ ഒരു സന്നാഹം കണ്ടു. അയാൾ ചാടി കടക്കുകയാണ്. ഇതെന്താണെന്നോ? ഈ വീട് റൂം ഫോർ റിവർ ആകാതിരിക്കാനുള്ള ഈ വീട്ടുകാരുടെ ഒരു രക്ഷാമാർഗമാണ്. അതായത് വീട്ടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറാതിരിക്കാനുള്ള ഇവരുടെ ഒരു മുൻകരുതൽ. വീട്ടുകാർക്ക് വെള്ളക്കെട്ടിനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് തോന്നി. ഞാനിവിടെ വട്ടിയൂർക്കാവ് വയലിക്കട പ്രദേശത്ത് താമസം തുടങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി. ഇന്നലെയാണ് ഇങ്ങനെ ഒരു അനുഭവം, ഇത്രത്തോളം വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ കണ്ടത്. നമ്മുടെ പ്രദേശത്ത് എൻ്റെ വീട്ടിലേക്ക് വെള്ളം ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടത്. 3-4 ചാലുകളുണ്ട് ഇവിടെ, നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ വിസ്തൃതി കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന വെള്ളത്തിന് ഉൾക്കൊണ്ട് അത് സുഗമമായിട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഇല്ല. മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഈ വീടിന് മുമ്പുള്ള ഓട ക്ലീൻ ചെയ്തിരുന്നു? ഇല്ല. മഴ പെയ്താൽ വെള്ളം കയറില്ല എന്ന ഒരു ധൈര്യം അങ്ങ് പോയല്ലേ? അത് പോയി. ആ ഒരു വിശ്വാസം പോയിട്ട് ഇപ്പോൾ എൻ്റെ മൈൻഡ് മുഴുവനും അടുത്ത മഴയ്ക്ക് എന്ത് ചെയ്യുക, എങ്ങനെ ഈ വെള്ളം പുറത്തേക്ക് പോകും എന്നുള്ള ഒരു തോന്നല. അപ്പുറത്തെ വീട്ടിലും ആദ്യമായാണ് വെള്ളപ്പൊക്കം. അത് കാണാൻ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ വീട് വെച്ചിട്ട് 36 വർഷമായി. 36 വർഷം വീട് വെച്ചിട്ട് ഇവിടെ വയലുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് കിടന്നത്. ആ സമയത്തൊന്നും ഇവിടെ വെള്ളം കയറില്ല. അത് ഈ ലെവലിൽ വെള്ളം കയറാൻ തുടങ്ങിയത് ഇന്നലെ മാത്രം. ഈ വീടിനകത്ത് കയറി കാണുമല്ലോ. ഈ വീടിനകത്തോട്ട് അകത്ത് കയറി അകത്ത് ഇടുന്ന തലേന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് വെള്ളമാണ്. അത് പക്ഷേ രാത്രിയാണെങ്കിൽ മരണം ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കയറാനുള്ള കാരണം വെച്ചാൽ അടവുകൾ, തോടുകളും പിന്നെ താഴെയുള്ള വീട് നിർമ്മാണങ്ങളും ഒക്കെ അടവുകളാണ്. ഒന്നും ഓടകൾ ക്ലീൻ ചെയ്യാറില്ല ഇപ്പോഴും. കാരണം ഈ വന്ന് നോക്കുന്നു, കാണുന്നു, പോകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മഴ ദുരിതങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓടകൾ ഉള്ളിടത്ത് തന്നെ വീടുകളിലേക്ക് വെള്ളം കയറി. ഇതൊക്കെയാണ് അവസ്ഥ. ഓടകൾ ഇല്ലാതായ സ്മാർട്ട് റോഡുകളുടെ കാര്യം ഈ കാലവർഷക്കാലത്ത് എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും കാണേണ്ടി വരും. റൂം ഫോർ റിവർ ഏറെ അനുഭവിക്കേണ്ടി വരും. ക്യാമറാമാൻ VS ബിജുവിനും പ്രവീൺ ദാസിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.